ഡിക്ലെയർ വാർ അഗൈൻസ്റ്റ് ദ എനിമി. ശത്രുവിനോട് യുദ്ധം ചെയ്ത് ജയിക്കാം. ജയം നിശ്ചയമാണ്. കാരണം ഞാൻ നിൽക്കുന്നത് യേശുവിൻ്റെ കൂടെയാണ്. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ യുദ്ധവീരനായ ദൈവമുണ്ട്. ഒരിക്കൽ പോലും തോറ്റിട്ടില്ലാത്ത ഒരു ദൈവം. പിന്നെന്ത് വേണം? അതുകൊണ്ടാണ് ഈ ദാവീദിന് അതായത് കൊച്ചു ബാലനാണെന്ന് ഓർക്കണം. ദാവീദ് ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഗോലിയാത്തിനെ കണ്ട് ഈ വലിയ പടജ്ജനം മുഴുവൻ 40 ദിവസം പേടിച്ച് നിൽക്കുന്നിടത്ത് ഈ ഒരു ബാലൻ യേശുവിനെ അത് പഴയ നിയമത്തിൽ ദൈവം എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ അവൻ കാണുന്നത് ഈ ശത്രു നശിച്ചിരിക്കുന്നതാണ്. കാരണം സത്യദൈവത്തിൻ്റെ മഹത്വം ഈ ദാവീദിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിന് പ്രായമൊന്നും അല്ല. അതുകൊണ്ടാണ് ചില കൊച്ചു പിള്ളേരിൽ കൂടെയും പരിശുദ്ധാത്മ പ്രായമുള്ളവരിലും പ്രവർത്തിക്കും. പ്രായമല്ല ഇവിടെ. ദൈവത്തിൻ്റെ ആ ഒരു ഒഴുക്ക്, കർത്താവിൻ്റെ സാന്നിധ്യം. അത് ചിലർക്ക് ഇപ്പോൾ സാമുവേൽ ബാലനെ നോക്കുമ്പോൾ, അതുപോലെ തന്നെ ദാനിയേലിനെ നോക്കുമ്പോൾ, ശദ്രക് മേശക് അബേദ്നെഗോ ഇവരൊക്കെ എങ്ങനെയാണ് നിന്നത്? അവർക്ക് ഒരു ഉൾബലം ദൈവം ഇട്ടുകൊടുത്തതാണ്. അതുപോലെ നമ്മുടെ തലമുറകൾക്ക് ദൈവം ഇട്ട് തരുന്നുണ്ട്. കർത്താവ് നമ്മളത് തീ കത്തിച്ച് അത് വെളിച്ചത്തോട്ട് കൊണ്ടുവരണം. അത്രയേ ഉള്ളൂ. ഈ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മേലിൽ കരി പോലെ ദുഷ്ടൻ വരുന്ന ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട. അവർ പൊങ്ങി വരാതിരിക്കാനൊക്കത്തില്ല. അവർക്കൊരു ഡെസ്റ്റിനി കോളുണ്ട്. ഒരു വിളിയുള്ള മക്കളാണെന്ന് പറഞ്ഞു. കൂടുതലായിട്ട് മാറി നിൽക്കുന്ന അമ്മമാരോട് പറയുകയാണ്, ധൈര്യപ്പെട്ട് വിളിച്ചു വരുത്ത്, തിരിച്ചിവിടെ കൊണ്ടുപോവാ. ലെറ്റ് മൈ പീപ്പിൾ ഗോ ടു വർഷിപ്പ് ദ ലിവിങ് ഗോഡ് എന്ന് വിളിച്ചു പറ. ദൈവം അവരെ കൊണ്ടുവരാൻ വിശ്വസ്തൻ തന്നെ. ഡിക്ലെയർ വാർ. സങ്കീർത്തനം 25:14 വാക്യങ്ങളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ വചനങ്ങളാണ് നമ്മുടെ ആയുധമെന്ന് ഓർക്കണം. നമ്മൾ പറയുന്ന വചനം വെച്ച് ദൂതഗണങ്ങൾ പ്രവർത്തിക്കും. സങ്കീർത്തനം 25:14 യഹോവയുടെ സഖിത്വം കൂട്ടുകെട്ടാണ്. യഹോവയുമായിട്ടുള്ള വലിയ ബന്ധമാണ്. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. ഉണ്ട്, ദൈവം തൻ്റെ നിയമം ഈ കാര്യത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയിച്ചു തരുമെന്ന്. ഇപ്പോൾ ഈ കോടതിയിലൊക്കെ ആർഗ്യ ചെയ്യുന്നവരെ, നമ്മളൊക്കെ കേസെടുത്ത് അവർ ആർഗ്യ ചെയ്യുമ്പോൾ എത്രയോ നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസിന് പറ്റിയ നിയമം എന്താണെന്ന് അറിഞ്ഞിട്ട് പോയി വായിക്കണം, പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ സിവിൽ ലോയിൽ ഒരു ഈസ്മെൻറ്റ് റൈറ്റ് ഉണ്ട്. അതായത് നടപ്പാത, വീടുണ്ടെങ്കിൽ ഒരു നടപ്പാത കൊടുക്കണം എന്നുള്ളത് ന്യായമായ നിയമമാണ്. പക്ഷേ അതറിയാൻ വയ്യാത്തവന് എത്രയോ ട്രിവാൻഡ്രത്തൊക്കെ പല സ്ഥലത്ത് 4 സൈഡും കെട്ടി വെച്ചിരിക്കുക. ആളുകൾക്ക് ഇറങ്ങാൻ വയ്യ. ഇത് സിവിൽ ലോ ഈസ് നോട്ട് ഇംപ്ലിമെൻറ്റഡ്. അത് ആർക്കും അറിഞ്ഞുകൂടാ. എനിക്ക് നടപ്പാതെ അവകാശമുള്ളതാണ്. അറിയാതിരുന്നതിൻ്റെ ഗുണം. അപ്പോൾ അവകാശങ്ങൾ അറിയണമെങ്കിൽ അതുപോലെ തന്നെയാണ് ദൈവത്തിന് ഈ വേദപുസ്തകത്തിൽ ഇഷ്ടം പോലെ വാക്യമുണ്ട്. പക്ഷേ ഈ ഒരു ഈ ഒരു ആവശ്യത്തിന് ഏത് വാക്യമാണെന്ന് ഉപദേശം തരുന്നത് പരിശുദ്ധാത്മാവാണ്. പിന്നെ ആ വാൾ വെച്ച് വെട്ടിയാൽ, അതായത് ഉപയോഗിക്കേണ്ട വാൾ ഉപയോഗിക്കണം. വാൾ ഉപയോഗിക്കേണ്ടടുത്ത് നമ്മൾ അതിന് പകരം ചെറിയൊരു പിച്ചാത്തിയും കൊണ്ട് നമ്മൾ വീണുപോകും. പക്ഷേ വാൾ ഉപയോഗിക്കേണ്ടടുത്ത് വാൾ തന്നെ, തോക്കെടുക്കേണ്ടടുത്ത് തോക്കെടുക്കണം. യുദ്ധത്തിൽ ദൈവം പറഞ്ഞു തരും എന്താ ചെയ്യണം. ഇത് ദുഷ്ടാത്മാവുമായിട്ടാണ്, ദുഷ്ടാത്മസേനയുമായിട്ടാണ് യുദ്ധം. യഹോവയുടെ സഹിത്വമുണ്ട്, അതെനിക്ക് കൂട്ടുകെട്ടാണ്. എൻ്റെ ഭക്തന്മാർക്കുണ്ട്. അവൻ തൻ്റെ നിയമം നമ്മളെ അറിയിക്കും. എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു. അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അവിടെ അല്പം മുമ്പിൽ പറയുന്നുണ്ട്, നമ്മുടെ സന്തതികൾ ദേശത്തെ അവകാശമാക്കും. അത് 12. യഹോവ ഭക്തനായ പുരുഷനാര് അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി താൻ കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവൻ്റെ സന്തതി ദേശത്തെ അവകാശം. നമ്മുടെ മക്കൾ ദേശത്തെ അവകാശമാക്കേണ്ടിവരാ. അല്ലാതെ നമ്മുടെ മക്കൾ വീട്ടിനകത്ത് വന്ന് മേശയുടെ ഗ്ലാസ് ടേബിൾ അടിച്ചു പൊട്ടിക്കുകയും കണ്ണാടി പൊട്ടിക്കുകയും പിന്നെ കാണുന്ന ഫോണെടുത്ത് വലിച്ചെറിയൊക്കെ ചെയ്യുമ്പോൾ ഓർക്കണം, ഈ യുദ്ധം അവരല്ല, പിശാച് കയറി വന്ന് നമ്മളെ നശിപ്പിക്കാൻ വന്നിരിക്കുക. നിർത്ത് എന്ന് പറയാനുള്ള ശക്തി വേണം. വരച്ചിട്ട് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞ് കയറാനൊക്കത്തില്ല. വീടിന് ചുറ്റും വരച്ചിട്ട് ഇതിനകത്തോട്ട് ദുരാത്മാവ്. എൻ്റെ മകൻ കയറി വരും, പക്ഷേ ദുരാത്മാവ് കയറി വരാനൊക്കത്തില്ല. എൻ്റെ മകൾ കയറി വരും, പക്ഷേ ദുഷ്ടാത്മാവ് കയറത്തില്ല. പറയണം. ഭർത്താവായിരിക്കും, കള്ളു കുടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ വാതിക്കൽ വരച്ചിട്ട് പറയും ഇതിനകത്തോട്ട് ദുരാത്മാവ് കയറത്തില്ല. പറഞ്ഞു നോക്കാം. യുദ്ധം ജയിച്ചിട്ടുള്ളവരാണ് ഈ വിളിച്ചു പറയുന്നത്. നമ്മൾ ഓരോ ആവശ്യം, എനിക്ക് തന്നെ തിരുവല്ലയിലൊരു സ്ഥലമുണ്ടായിരുന്നു.
ഇപ്പം ഇല്ല, സിറ്റിയുടെ അടുക്കല, പുഷ്പയുടെ അടുക്കലായിട്ട്. അപ്പോൾ എന്നും രാത്രി ഒരു 6 മണിയാകുമ്പം കള്ളുകൂടിയന്മാർ വന്നിട്ട് വേണ്ടാത്ത തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയൊന്നും എനിക്ക് അന്നേരം വചനം അറിയത്തില്ല, പക്ഷേ ഞാൻ ദൈവനാമത്തിൽ ദൂത് കൊടുക്കും. ഞാൻ പറയും, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദുരാത്മാവ് നമുക്കെതിരായിട്ട് അയാൾ ചുമ്മാ വിളിച്ച് പറയുന്ന, പക്ഷേ ഈ സ്ഥാപനത്തിന് മുമ്പിൽ വന്ന് ഈ അപവാദം പറയുന്ന ആത്മാവിനെ അടിച്ചു മാറ്റുന്ന 3 പ്രാവശ്യം പ്രാർത്ഥിച്ച് പിന്നെ ആ മനുഷ്യനെ അവിടെ കണ്ടിട്ടില്ല. ദൈവം അവിടെ നിന്ന് മാറ്റി. ഇത് ദൈവത്തിന് അസാധ്യം. ഇതൊക്കെ നമ്മൾ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിലാണ് നടക്കേണ്ടത്. ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, പക്ഷെ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ റൈസ് ഇൻ അതോറിറ്റി, നമ്മൾ ജയിച്ച ദൈവത്തിൻ്റെ പക്ഷത്താണെന്ന് വിളിച്ചു പറയണം. എൻ്റെ കണ്ണിൻ്റെ മുമ്പിലുള്ള ഈ ഫോഗ് അല്ലെങ്കിൽ ഈ മഞ്ഞ് പോലെ നിൽക്കുന്നത് മാറണം. യെശയ്യാ 32 ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം എന്നാണ് തുടങ്ങുന്നത്. അതായത് ഈ യെശയ്യാ 32 പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പുള്ളതും പിൻപുള്ള ഭാഗമാണ് പറയുന്നത്. അപ്പോൾ ഈ 32 പറയുന്നത് പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് ബാശാൻ കൂറ്റങ്ങളെ, സ്ത്രീജനങ്ങളെ വിളിക്കുന്ന എങ്ങനെ, ചിന്തയില്ലാത്ത സ്ത്രീകളെ, എന്താ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സ്ഥലങ്ങളെല്ലാം നശിച്ചു കിടക്കുന്നു, അത് കുറുക്കനും പിന്നെ ചെന്നായും കയറി നശിപ്പിക്കുന്നു, കാട്ടുജാതികളതിനകത്ത് കയറി വരുന്നു എന്ന് നിന്നെ ചിന്തയില്ലാത്ത സ്ത്രീ, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, മുകളിൽ നിന്ന് ആത്മാവിനെ പകരുവോളം. അങ്ങനെയാണ് 32 യെശയ്യാ. അത് കഴിഞ്ഞിട്ട് 32ൻ്റെ 15 കഴിയുമ്പോഴത്തെ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ ലഭിക്കുവോളം. എവിടുന്ന് എന്ത് ലഭിക്കണമെന്ന്? ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മ ഇറങ്ങി വന്നേക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ഈ പരിശുദ്ധാത്മ ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷേ പരിശുദ്ധാത്മ എന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ വിളിച്ചു വരുത്തണം, വളരെ വിജിലൻ്റായിട്ട് വിളിച്ചു വരുത്തണം. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെ കുറച്ച് പ്രസംഗങ്ങളെ സഭകളിൽ ഇപ്പം കേൾക്കുന്നുള്ളൂ. വളരെ സങ്കടമാണ്. ദൈവത്തിൻ്റെ അന്ത്യകാലത്തും പരിശുദ്ധാത്മാവ് ഗ്രീവ് ചെയ്യുകയാണ് എന്നെ വിളിച്ചത്. അപ്പം നമ്മളിപ്പം അസാധ്യ കഴിവുള്ള ഒരപ്പൻ മക്കൾ പിന്നെ വേറൊരാളോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക, അവന് കുറച്ച് കാശ് കൊടുത്ത് തീർക്കാനുണ്ട്. അപ്പൻ ഈ കാശും പിടിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ മകൻ യുദ്ധം ചെയ്ത് അതിനകത്ത് തോറ്റുപോയ എന്നാ ഗുണമാണ്? അവൻ വിനയപ്പെട്ട് അപ്പനോട് സംസാരിച്ച് അപ്പൻ കാശ് കൊടുത്ത് കാര്യം തീർക്കും, ഇല്ലേ? ആ വിനയമുണ്ടോ? ഈ ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ച് അറിയണം. അവൻ നമ്മുടെ ഐ വിൽ നെവർ ലീവ് യു നോർ ഫർസേക്ക് യു, ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും മാറത്തില്ലെന്ന് സത്യം ചെയ്ത ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ദൈവം പറയുന്ന സത്യങ്ങളിൽ ഉറച്ച് വിശ്വസിക്കണമെങ്കിൽ അവനോട് അടുപ്പം വേണം. അതുകൊണ്ട് സഖിത്വം എന്ന അടുപ്പത്തിന് പറയുന്നത്. ഞാനവനും കൂട്ടുകാരനാകണമെന്ന്. നമ്മൾ ഈ ദൈവത്തെ കിട്ടി അവിടെ ഇരിക്കുന്ന ദൈവം എന്ന് പറയുന്നതിനകത്ത് പകുതി സത്യമുണ്ട്, പക്ഷേ അവിടെ ഇരിക്കുന്ന ദൈവം എൻ്റെ നെഞ്ചിനകത്തല്ല, എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിയൻ്റെ ഉദ്ദേശം, അല്ലേ? യോഹന്നാൻ്റെ 6-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, ഞാൻ ജീവൻ്റെ വെളിച്ചം വന്നു, എന്നെ ഭക്ഷിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളിൽ വസിക്കുന്നു. എല്ലാ ആഴ്ചയും ഇത് ചെയ്യുന്നുണ്ട്. എൻ്റെ രക്തം കുടിക്കുവിൻ, ഇത് എൻ്റെ രക്തമാണ് നിങ്ങളിൽ കൂടെ ഒഴുകുന്നത്. എല്ലാ ആഴ്ചയും നമ്മൾ ചെയ്യുന്നുണ്ട്. എത്ര പേരിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്? അവിടെയാണ് കള്ളക്കളി. എൻ്റെ ബാങ്കിൽ ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട്, അറിയത്തില്ല എന്നെ ഗുണമാണ്. അവർ ഉപയോഗിക്കും. ഇപ്പം നമ്മൾ ഈ തിരുവല്ലയിലുള്ള പല ബാങ്കുകളിലും അപ്പനും അമ്മയും ഇഷ്ടം പോലെ കാശുണ്ടാക്കി വെച്ചിട്ട് നോമിനീസ് അല്ലെങ്കിൽ അവകാശികളില്ലാതിഞ്ഞിട്ട് വെറുതെ കിടക്കുന്നു. സങ്കടമല്ലേ? എന്താ? അപ്പനും അമ്മയും ജീവിച്ചിരുന്ന കാലത്തെ അവകാശികളുടെ പേര് എഴുതിയിട്ടില്ല, അവർ പറഞ്ഞു കൊടുത്തിട്ട്, കാരണം പറയാൻ പേടിയായിരുന്നായിരിക്കും. 2 മക്കൾ അപ്പനുമായിട്ടുള്ള ബന്ധമില്ലാത്തതിനാരും പിന്നെ അവർക്ക് അതിന് വിലയില്ല. പക്ഷേ എത്രയോ കാശുകൾ നഷ്ടപ്പെടും. നമ്മളീ രാവും പകലും അധ്വാനിച്ച് ഇതിനൊക്കെ വില കൊടുക്കണം. അതൊക്കെ ദൈവാത്മാവുള്ളവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ഉയരത്തിൽ നിന്ന് ആത്മാവിൻ്റെ ജ്ഞാനം തരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ മേഘം അല്ലെങ്കിൽ കാർമേഘം പോലെ നിൽക്കുന്നത് മാറിയിട്ട് പരിശുദ്ധാത്മാവിൽ നമുക്ക് വെളിച്ചം തരും. അപ്പോൾ സ്ട്രാറ്റജിക് കണക്ഷൻ ദൈവമായിട്ടുണ്ടാകണം. അതായത് നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ഈ ജീവിക്കുമ്പം ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാകുമ്പം നമുക്ക് ഉപദേശം തരാൻ പറ്റിയ സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സ്, ആ കാര്യത്തിന് പറ്റിയ ആളിനെ ദൈവം അയച്ചു തരും. അതുതന്നെയല്ല, അവർ നമുക്ക് വേണ്ടി വിശ്വസ്തയോടെ, കാരണം ദൈവം അയച്ചവരാണെങ്കിൽ, അല്ലാത്തവർ കളിപ്പിച്ചുകൊണ്ട് പോകും. ഒരൊറ്റൊരുത്തരെ കയറ്റാൻ കൊള്ളത്തില്ല, സൂക്ഷിക്കണം. നമ്മൾ എല്ലാ നമ്മൾ സൂക്ഷിക്കുകയോ ചെയ്യുക. അതുപോലെ ഹാവ് ദ ഡിസേണിങ് സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ ആത്മാവിൻ്റെ വിവേചനാത്മാവ് ഉണ്ടായിരിക്കണം. ഡെസ്റ്റിനി റിലേഷൻഷിപ്പ് വിൽ കം ടു യു, റിസീവ് ദ ഡിസേണിങ് സ്പിരിറ്റ്, ചൂസ് ദ റൈറ്റ്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ വിളിക്ക് അനുയോജ്യമായി ഉയരേണ്ടിയവരെ കർത്താവ് വീട്ടിൽ കൊണ്ടുതരും പഠിപ്പിക്കാനായിട്ട്. അത് നോട്ട് ചെയ്തിടും നമ്മുടെ മക്കൾക്ക്. ഇപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ അമേരിക്കയ്ക്ക് വിടണമെന്നോ അല്ലെങ്കിൽ
ഇറ്റലിക്ക് വിടണോ അല്ലെങ്കിൽ റഷ്യക്ക് വിടണോ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളായി അതിന് പറ്റിയ ആൾ വന്ന് ഉപദേശം തരും. നമ്മൾ ആ തീരുമാനം ദൈവത്തോട് പറയുന്നിടം വരെ ദൈവം അനങ്ങൂല. കർത്താവേ, ഞാനിത് ആഗ്രഹിക്കുന്നു, എൻ്റെ മകൻ അവിടെ പോയി പഠിക്കട്ടെ, എന്തെങ്കിലും പഠിച്ച് മിടുക്കണം. അന്നേരം ദൈവം അവിടുന്ന് അതിനുള്ള ഒറ്റ പൈസ പോലും ഇല്ലാത്തവർ അവരുടെ സ്വന്തം മക്കളെ വിടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നേടുന്ന ഞാൻ കാണാറുണ്ട്. കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരു യുദ്ധമുണ്ട്. പക്ഷേ ഈ യുദ്ധത്തിൽ നമ്മൾ തോറ്റവരല്ല, ജയിച്ചവരാണ്. ആണോ? ആ ഉറപ്പിൽ നമുക്ക് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ മുമ്പിലേക്ക് യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് വിളിച്ചു പറയുന്നത്. ഞങ്ങളെല്ലാവരും അറിഞ്ഞോ അറിയാതെ ഒരു യുദ്ധക്കളത്തിലാണ്. യുദ്ധം ഉണ്ടെന്ന് പോലും അറിയാതെ ജീവിക്കുന്നവൻ ഒരു ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത ചിലരുണ്ട് കർത്താവേ. അവരോടല്ലല്ലോ ഞാൻ സംസാരിക്കുന്നത്. നിൻ്റെ സ്വർഗരാജ്യം ഭൂമിയിൽ കൊണ്ടുവരാനും നിൻ്റെ സാന്നിധ്യം തലമുറകളിലേക്ക് പകരുവാനും നിൻ്റെ അമിതമായ സ്വാതന്ത്ര്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ എക്സസൈസ് ചെയ്യുവാനും ഞങ്ങൾ നിന്നെ വിളിച്ചു വരുത്തുകയാണ്. നീ ഇല്ലാത്ത ഒരു കാര്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ നടക്കരുത്. ചില കാര്യങ്ങളിലൊക്കെ വെളിച്ചം പകർന്നിട്ടില്ല കർത്താവേ, എങ്കിലും ഇരുട്ടിനെക്കാട്ടി ശക്തനാണല്ലോ വെളിച്ചം. നിൻ്റെ സാന്നിധ്യം തക്ക സമയത്ത് അതിന്മേൽ പകരും. അതിനൊരു കാലമുണ്ട്. എക്ലീസിയാസ്റ്റിക് പിന്നെ സഭാപ്രസംഗിയിൽ പറയുന്ന പോലെ 3 പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു കാലമുണ്ട്. ആ കാലം വരെ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. എൻ്റെ പരിശുദ്ധാത്മാവിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം ഒരു രാത്രി കൊണ്ട് മാറി സഡൻലി പെട്ടെന്നത് തിരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിലാക്കാൻ നിനക്ക് കഴിയും. അതുകൊണ്ട് ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുകയാണ്. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് വേണ്ടി ഉത്തരം തരുന്നു വിശ്വസിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു. ജയം നിശ്ചയാപശ. അങ്ങനെ അനേക മക്കൾക്ക് ഈ വചനം ജയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ആക്കി മാറ്റിയതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.